G7 മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി കാനഡയിലേക്ക് പോയ മോദി ആദ്യം കാനഡ അല്ല വിസിറ്റ് ചെയ്തത്. അതിനു മുമ്പേ സൈപ്രസ് എന്ന് പറയുന്ന കുഞ്ഞൻ രാജ്യമാണ് വിസിറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഇന്ത്യയിൽ വലിയ മാധ്യമ ശ്രദ്ധ നേടി. ഈ സൈപ്രസിലേക്കുള്ള മോദിയുടെ വിസിറ്റ് എന്ന് പറയുന്നത് ടർക്കിയെ എന്നുള്ള രാജ്യത്തിനുള്ള ഒരു മെസ്സേജ് ആണ്, ഒരു സന്ദേശമാണ് എന്നാണ് ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം വിശേഷിപ്പിക്കുന്നത്. അതെന്തുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് സൈപ്രസിനെ കുറിച്ച് നമുക്ക് നോക്കാം. സൈപ്രസ് 1960 വരെ ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു. അതിനുശേഷം അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അപ്പോൾ ഇത് മെഡിറ്ററേനിയൻ കടലിലെ ഒരു ഐലൻഡ് നേഷനാണ്. സൈപ്രസിന്റെ പ്രസിഡന്റ് മോദിയെ നേരിട്ട് വിമാനത്താവളത്തിൽ വന്നാണ് സ്വീകരിച്ചത്. വളരെ ഉജ്ജ്വല സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ കിട്ടിയത്. സാധാരണ രാഷ്ട്രത്തലവന്മാർ മറ്റൊരു രാഷ്ട്രത്തിന്റെ തലവൻ അവരുടെ രാജ്യം വിസിറ്റ് ചെയ്യുമ്പോൾ എയർപോർട്ടിൽ വന്ന് സ്വീകരിക്കാറില്ല. അത് പ്രോട്ടോകോളിന് എതിരാണ്. അത്രയും ക്ലോസ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ എയർപോർട്ടിൽ വന്ന് സ്വീകരിക്കാറുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം പുറകിൽ വളരെ ശക്തമായിട്ടുള്ളൊരു മെസ്സേജിംഗ് ഉണ്ട്. അതെന്താണെന്ന് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ടർക്കി എന്ന് പറയുന്ന രാജ്യം ആക്ച്വലി സൈപ്രസിനെ 1974 അറ്റാക്ക് ചെയ്യും. സൈപ്രസിന്റെ 1/3 ഭാഗം, നോർത്തേൺ സൈപ്രസ് എന്ന് അറിയപ്പെടുന്ന ഭാഗം ഇപ്പോൾ ടർക്കിയുടെ കയ്യിലാണ്. പിന്നീട് അത് ഇന്ന് വരെയും ടർക്കിയെ സൈപ്രസിന് തിരിച്ചു കൊടുത്തിട്ടില്ല. ഇതിന്റെ പേരിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബദ്ധശത്രു നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യക്ക് ടർക്കിയുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം. ടർക്കിയെ ഇസ്ലാമിക ലോകത്ത് ഒരു നേതാവാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാന്റെ എല്ലാ തെറ്റുകളെയും കണ്ണടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പോൾ വളരെ ശക്തമായിട്ട് പാകിസ്ഥാന്റെ പിന്നിൽ നിലയുറപ്പിച്ച രാജ്യവും അവർക്ക് സൈനികമായിട്ടുള്ള ഉപകരണങ്ങൾ കൊടുത്ത് സഹായിച്ച രാജ്യവുമാണ്. അതിന്റെ പേരിൽ ടർക്കിയെക്കെതിരെ ഇന്ത്യയിൽ ഒരു ബഹിഷ്കരണ ആഹ്വാനം തന്നെ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിലെല്ലാം നടക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഈ സൈപ്രസിന്റെ രാജ്യത്ത് മോദി വിസിറ്റ് ചെയ്യുമ്പോൾ ടർക്കിയോട് പറയുകയാണ്, നിങ്ങളുടെ രാജ്യം പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിന്നാൽ നിങ്ങളുടെ നിതാന്ത ശത്രുക്കളായ സൈപ്രസിനൊപ്പമായിരിക്കും ഞങ്ങൾ നിൽക്കാൻ പോകുന്നത്. സൈപ്രസിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ അവർക്കൊപ്പം കാണുമെന്നുള്ളൊരു വ്യക്തമായ സന്ദേശമാണ്. അതുമാത്രമല്ല, സൈപ്രസ് കാശ്മീർ വിഷയത്തിലും എല്ലാ കാര്യങ്ങളിലും ഇന്ത്യക്ക് ഒപ്പം നിന്ന രാജ്യമാണ്. ഇപ്പോഴും ഉണ്ടായ പഹൽഗാം അറ്റാക്കിലും പാകിസ്ഥാനെ പേരെടുത്ത് കുറ്റം പറഞ്ഞ് ടെററിസത്തിനെതിരെ വളരെ ശക്ത നിലപാടെടുത്ത രാജ്യമാണ് സൈപ്രസ്. ഒപ്പം സൈപ്രസ് യൂറോപ്യൻ യൂണിയനിൽ ഒരു മെമ്പറാണ്. 2026 യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാൻ പോകുന്നത് സൈപ്രസ് ആണ്. അപ്പോൾ ഈ സൈപ്രസിനെ ഉപയോഗപ്പെടുത്തിയാൽ ഇന്ത്യക്ക് യൂറോപ്യൻ യൂണിയന്റെ അകത്ത് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്നുള്ള പേരിൽ ഒരു ഇടനാഴി ഇപ്പോൾ ഇന്ത്യ രൂപപ്പെടുത്താൻ പോയാണ്. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയും UAE-യും ഇസ്രായേലും സൗദി അറേബ്യ വഴി അത് യൂറോപ്പിലേക്കാണ് ആ ഒരു വ്യാപാര പാതയായിട്ട് അത് പോകാൻ പോകുന്നത്. കടലും മാർഗവും റെയിൽ മാർഗവും ഒക്കെ ചേർന്നാണ് അത് ഈ പറഞ്ഞ സൈപ്രസ് വഴിയാണ് യൂറോപ്പിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴും ഇന്ത്യക്ക് ഈ സൈപ്രസുമായിട്ടുള്ള ബന്ധം വളരെയധികം സഹായിക്കും. പക്ഷേ ഇപ്പം നിലവിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മോദി ഈ കാനഡയിലേക്ക് പോകുന്ന വഴി സൈപ്രസിൽ പോകാൻ കാരണം മറ്റൊന്നുമല്ല, ടർക്കിയേക്കിട്ടുള്ള ഒരു കൊട്ടാണ്, ടർക്കിയേക്കിട്ട ഒരു മെസ്സേജാണ്. നിങ്ങൾ പാകിസ്ഥാനൊപ്പം നിന്ന് ഇന്ത്യക്കിട്ട് പണിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് പണി തരാൻ ഞങ്ങൾക്ക് സൈപ്രസിനോടൊപ്പം നിൽക്കാൻ ഈസി ആയിട്ട് പറ്റും എന്നുള്ളൊരു ശക്തമായ മെസ്സേജാണ് മോദി ഇതുവഴി ടർക്കിയേക്ക് കൊടുക്കുന്നത്.